വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഉവൈസിയും ഉദ്ധവ് താക്കറെയും ഇനി ഒന്നിക്കാൻ വേണ്ടി പോവുകയാണ്. എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഗി ആദിത്യനാഥിനെ യുപിയിൽ നേരിടാൻ അങ്ങനെ ഒരു സഖ്യം ആവശ്യമാണ് എന്ന് ഇരുവരും തിരിച്ചറിഞ്ഞു. രണ്ട് പാർട്ടികൾ, അത് രണ്ടും രണ്ട് വിഭാഗത്തിനിടയിൽ നിന്ന് ഉദിച്ചു വന്ന പാർട്ടികൾ. ഈ രണ്ട് പാർട്ടികളുടെയും ആശയങ്ങൾ വളരെ വ്യത്യാസമാണ്. പക്ഷേ എന്നിട്ടും BJP-യെ തകർക്കാൻ, യോഗിയെ മുട്ടുകുത്തിക്കാൻ ഇവർ ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് ഉത്തർപ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് പ്രതിപക്ഷത്തിന് ആവശ്യമുണ്ട് എന്ന് പ്രതിപക്ഷം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആരാണ് ഈ പ്രതിപക്ഷ ഐക്യത്തിന് ചുക്കാൻ പിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2017 യോഗി ആദിത്യനാഥിന്റെ സർക്കാർ മഹാഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ സമയത്ത് യോഗിയുടെ വലങ്കൈയായി നിന്നിരുന്ന സുഹൽദേവ് സമാജ്വാദ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള, അതായത് SBSBയുടെ നേതാവായിട്ടുള്ള ഓം പ്രകാശ് രാജ്ഭറാണ് ഈ സഖ്യത്തിന് രൂപം നൽകാൻ മുന്നോട്ട് വന്നത്. അതായത് യോഗിയുടെ സഖ്യത്തിൽ നിന്ന് രാജിവെച്ചുകൊണ്ട്, യോഗി മന്ത്രിസഭയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട്, യോഗിയുടെ മന്ത്രിസഭയിൽ തനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞ് പുറത്തു വരികയും 2017 UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗിക്കൊപ്പം കട്ടക്ക് നിന്നിരുന്ന രാജ്ഭർ 2022 തെരഞ്ഞെടുപ്പിൽ യോഗിക്ക് നേർക്ക് നേർ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. രാജ്ഭറാണ് ഈ പുതിയ സഖ്യത്തിന് രൂപം നൽകാൻ മുന്നോട്ട് വന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതായത് ഒരു ഭാഗത്ത് ഉദ്ധവ് താക്കറെ, മറ്റൊരു ഭാഗത്ത് ഉവൈസി, ശരത് പവാർ, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അങ്ങനെ എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള ഒരു പ്രതിപക്ഷ നിരയാണ് രാജ്ഭർ യോഗിക്കെതിരെ UPയിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട വിഷയം എന്ന് പറയുന്നത്, ഉവൈസി സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ, ദളിത്, പിന്നോക്ക വിഭാഗങ്ങളുടെ ശബ്ദമായി മാറുമ്പോൾ, ഉദ്ധവ് താക്കറ എന്ന് പറയുന്നത് ശിവസേനയെ പോലെ, അതായത് ഹൈന്ദവർക്കിടയിൽ നിന്ന് വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഒരാളും തമ്മിൽ എങ്ങനെ ഒത്തുപോകും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി ഉയർന്നു വരികയാണ്. പക്ഷേ രാജ്ഭർ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നും, ഇരുവരും ഇത്തരം ഒരു സഖ്യത്തിന് സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നും, അവർ ഞങ്ങളുടെ ഭാഗമാവും എന്നുള്ളത് തന്നെയാണ് രാജ്ഭർ മാധ്യമങ്ങളോട് പറയുന്നത്. അതായത് 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UPയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ തങ്ങളെ കൊണ്ടാവുമെന്നും, മുസ്ലിങ്ങളും ഹൈന്ദവരും ഈ നാട്ടിലെ എല്ലാ മതവിഭാഗക്കാരും ഞങ്ങളുടെ സഖ്യത്തിനോടൊപ്പം നിൽക്കും എന്നുള്ളത് തന്നെയാണ് രാജ്ഭർ പറയുന്നത്. പക്ഷേ രാജ്ഭറിന്റെ സഖ്യത്തിന് ചിലപ്പോൾ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷേ ചെറിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ഈ സഖ്യത്തിന് സാധിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.